तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि തന്നോ ഗരുഡഃ പ്രചോദയാത്. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രണവസമാധിയിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. നമുക്ക് 2 പദ്യങ്ങൾ ഒരുമിച്ച് നോക്കാം. ഓമെന്നൊരു ഓങ്കാരമുള്ളൊരു മൊഴിവാക്യമുണ്ടാം, ഓമെന്നും ഓങ്കാരത്തിൽ രൂപാരൂപങ്ങളുണ്ടാം, ഓമെന്ന് ഓങ്കാരത്തിൽ ഭേദങ്ങൾ പലതുമുണ്ടാം, ഓമെന്നും ഓങ്കാരത്തിൽ മുക്തിസിദ്ധികളുമുണ്ടാം, ഓങ്കാരത്തിൽ നിന്നുണ്ടാം പഞ്ചേന്ദ്രിയങ്ങൾ, ഓങ്കാരത്തിൽ നിന്നുണ്ടാം ചരാചരങ്ങൾ, ഓങ്കാരാതീതത്തിങ്കൽ ഉണ്ടാം ദുഃഖത്രയങ്ങൾ, ഓങ്കാരജീവൻ പരമേശ്വരനുമായി തീരും. അപ്പോൾ ഓം തന്നെയാണ് പരമേശൻ, ഓങ്കാരം തന്നെയാണ് ബ്രഹ്മം. ഓം എന്ന ആ പ്രണവാക്ഷരമാണ് സാക്ഷാൽ പരബ്രഹ്മമായ പരമശിവൻ എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ശിവൻ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം ഓം എന്ന് ഉച്ചരിച്ചാൽ മതി. കാരണം ഓങ്കാരവും ശിവനും ഒന്ന് തന്നെയാണ്, പ്രണവവും ശിവനും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഓമെന്നൊരു ഓങ്കാരത്തിലുള്ളൊരു മൊഴിവാക്യമുണ്ടാകും. ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാ മൊഴികളും ഉണ്ടാകുന്നത്. ലോകത്തിലുണ്ടായ എല്ലാ മൊഴികളും, എല്ലാ ഭാഷകളും, എല്ലാ അക്ഷരങ്ങളും എല്ലാം ഉണ്ടായത് ഓങ്കാരത്തിൽ നിന്ന്, പ്രണവത്തിൽ നിന്ന്, പരമശിവനിൽ നിന്നാണ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏക ഭാഷയിലേക്കാണ് ഈ ചിന്ത നമ്മെ നയിക്കുന്നത്. അതിൻ്റെ മൂലമെന്ന് പറയുന്നത് പ്രണവമാണ്. പ്രണവത്തിൽ നിന്നാണ് ഈ ലോകത്തിലെ എല്ലാ ഭാഷയും ഉണ്ടാകുന്നത്, എല്ലാ മൊഴികളും ഉണ്ടാകുന്നത്, എല്ലാ വാക്കുകളും ഉണ്ടാകുന്നത്. പിന്നെയോ ഓമെന്ന ഓങ്കാരത്തിൽ രൂപാരൂപങ്ങളുണ്ടാകും. ലോകത്തിലുണ്ടായ എല്ലാ ജംഗമ വസ്തുക്കളും, സ്ഥാവര വസ്തുക്കളും എല്ലാം ഓങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓങ്കാരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഉണ്ടാകുന്നത്. ഓങ്കാരത്തിൻ ഭേദങ്ങൾ പലതുണ്ടാകും. ഓങ്കാരത്തിൽ നിന്നാണ് സകലതും ജനിക്കുന്നത്. പല പല ഭേദങ്ങൾ, പറയാനാവാത്ത ഈ പ്രപഞ്ചങ്ങളിലെല്ലാം കാണുന്ന ഏതൊരു വസ്തുവുണ്ടോ അതെല്ലാം തന്നെ ഈ ഓങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓമെന്നും ഓങ്കാരത്തിൽ മുക്തിസിദ്ധികളും ഉണ്ടാകും. ഈ ഓങ്കാരം തന്നെ മുക്തിസാധനയാണ്. ഏത് മുക്തിയും കിട്ടണമെങ്കിൽ ഓങ്കാരധ്യാനം, പ്രണവ ഉപാസന മാത്രം മതി. എല്ലാ സിദ്ധികളും ഈ പ്രണവോപാസനയിൽ നിന്ന് കിട്ടും. അപ്പോൾ മുക്തി മാത്രമല്ല, സിദ്ധികളും ഈ പ്രണവോപാസനയിൽ നിന്ന് കിട്ടും. അപ്പോൾ പ്രണവോപാസനയുടെ മഹത്വം എത്ര വലുതാണ് എന്ന് ഇവിടെ തിരുമൂലദേവൻ പറയാണ്. പ്രണവം മാത്രം മതി. തിരുമൂലദേവൻ പറയാണ്, പ്രണവോപാസന മാത്രം മതി എല്ലാ മുക്തിയും, ഈശ്വര സാക്ഷാത്കാരവും മുതൽ എല്ലാ സിദ്ധികളും കിട്ടുന്ന അണിമാതി എല്ലാ സിദ്ധികളും കിട്ടുന്നത് ഈ പ്രണവ ഉപാസനയിൽ നിന്ന് തന്നെ കിട്ടും. മറ്റൊരു ഉപാസനയും വേണ്ട, പ്രണവോപാസന മാത്രം മതി. പ്രണവോപാസന എന്ന് വെച്ചാൽ ശിവപൂജയാണ്, ശിവസാധനയാണ്, ശിവയോഗമാണ്. അപ്പോൾ പ്രണവോപാസന തന്നെ ശിവയോഗം, ശിവയോഗം തന്നെ പ്രണവോപാസന. പിന്നെയോ ഓങ്കാരത്തിൽ നിന്നുണ്ടാകും പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഓങ്കാരത്തിൽ നിന്നാണ്. ഓങ്കാരത്തിൽ നിന്നുണ്ടാകും ചരാചരങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരവും അചരവുമായ എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത് ഓങ്കാരത്തിൽ നിന്നാണ്. ഓങ്കാരാതീതത്തിങ്കലുണ്ടാകും ദുഃഖത്രയങ്ങൾ. സുഖദുഃഖാദി എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നത്
ഓങ്കാരത്തിൽ നിന്നാണ്. ഓങ്കാര ജീവൻ പരമേശ്വരനുമായി തീരും. ഓങ്കാരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്, ഓങ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഓങ്കാരത്തിൻ്റെ നാദം എന്ന് പറയുന്നത് പരമശിവനാണ്. അപ്പോൾ ചതുർത്ഥ പദങ്ങളിൽ നാലാമത്തെ നാദം ഇവിടെ സാക്ഷാൽ ശിവൻ്റെ ജീവനാണ്, പരമേശ്വര ജീവനാണ് നാദം എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഓം എന്ന ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ അതൊരക്ഷരമായി തോന്നാമെങ്കിലും അതിൻ്റെ ഉച്ചാരണത്താൽ മാത്രമേ യഥാർത്ഥ സത്യയെ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ ജഗതാകാരേണ ത്രസിച്ചു നിൽക്കുന്ന പ്രണവനാദത്തിൻ്റെ സ്ഫുരണമാണ് കിട്ടുന്നത്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളിൽ പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും ഓങ്കാരമെന്ന പ്രണവധ്വനിയിൽ അടങ്ങിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ജീവന്മാരും അവയുടെ വകഭേദങ്ങളും എന്ന് വേണ്ട ഓങ്കാരം ഒഴിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓങ്കാരമെന്ന പ്രണവധ്വനിയിൽ തന്നെയാണ് ലയമാർന്നിരിക്കുന്നത്. ഇപ്രകാരം അപ്രമേയ മഹാത്മ്യങ്ങളടങ്ങിയ പ്രണവ ഉപാസന പലവിധ സിദ്ധികളും അവസാനം മുക്തിയും കൊണ്ടുതരും എന്നാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. പ്രണവത്തിൻ്റെ പ്രഥമപാദത്തിൽ പൃഥ്വി ആദി മഹാഭൂതങ്ങളും പഞ്ചമഹാഭൂതങ്ങളും ശബ്ദാദി തന്മാത്രകളും അവയെ ഗ്രഹിക്കുന്ന സ്ഥൂല പഞ്ചേന്ദ്രിയങ്ങളും സ്ഥൂല ശരീരവും അതിലഭിമാനിക്കുന്ന ജീവൻ്റെ വിശ്വഭാവവും സൂക്ഷ്മാദി ധർമ്മവും ബ്രഹ്മാവാകുന്ന അതിദേവതയടക്കം ജഗത്തിൽ ഗോചരമായി കാണുന്ന സകല ചരാചരങ്ങളും പ്രകാശിച്ചു നിൽക്കും. പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, മനോചിത്ത ബുദ്ധി അഹങ്കാരങ്ങൾ, പിന്നെ അപഞ്ചീകൃത ഭാവങ്ങൾ, സൂക്ഷ്മ തന്മാത്രകൾ, സ്ഥിതിധർമ്മം, വിഷ്ണുവാകുന്ന അതിദേവത, തൈജസ്സനാകുന്ന ജീവൻ, ഇവയൊക്കെ പ്രകാശിക്കുന്ന സ്വപ്നാവസ്ഥയാണ് പ്രണവത്തിൻ്റെ ദ്വിതീയ പാദം. തൃതീയ ഭാവം കാരണപ്രപഞ്ചമടങ്ങിയ സുഷുപ്ത്യവസ്ഥയാണെന്ന് കാണാം. കാരണവിദ്യയും പ്രാജ്ഞനാകുന്ന ജീവസ്വരൂപവും സംഹാരധർമ്മവും രുദ്രനാകുന്ന അതിദേവതയുമാണ് അവിടെ നിലകൊള്ളുന്നത്. ഇപ്രകാരം ഈ 3 പദങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഉപാസിക്കുന്ന ജീവൻ ക്രമേണ സൃഷ്ടി സമഷ്ടി സ്വരൂപമായ പ്രപഞ്ചത്തെ മറന്ന് സമാധി നിലയിൽ എത്തിച്ചേരുന്നു. ഈ നിലവാർന്ന പ്രണവാതീതം എന്ന നിർവികൽപ്പ സമാധിയിൽ സാധകൻ കൺമുന്നിൽ നിന്ന് പ്രപഞ്ചം മറയുകയും അന്ധകരണങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുമാറി ഉള്ളിലൊടുങ്ങുകയും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളും അതിൽ പ്രകാശിക്കുന്ന സംസാരവും ബോധതാണ്ഡവത്തിൽ നിന്നും മറഞ്ഞ് ചതുർത്ഥപാദമായ നാദബ്രഹ്മത്തിലെത്തി പരശിവസ്വരൂപമാർന്ന് ജീവൻ മുക്തനാകും. അതാണ് 4ാമത്തെ രൂപമായ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളും അതിൽ പ്രകാശിക്കുന്ന സംസാരവും ബോധമണ്ഡലത്തിൽ നിന്നും മറഞ്ഞ് ചതുർത്ഥപാദമായ നാദബ്രഹ്മത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ 4ാമത്തെ പാദമാണ് നാദം, നാദബ്രഹ്മം എന്ന് പറയുന്നത്. ഈ നാദബ്രഹ്മത്തെയാണ് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതിനു മുമ്പ് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികളുടെ പ്രണവോപാസനയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അതിലെ 3ാമത്തെ അധ്യായമായ നാദാനുസന്ധാനത്തിലേക്ക് കിടക്കാം. ഇത് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികളുടെ വാക്കുകൾ തന്നെ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. കാരണം സത്യത്തിൻ്റെ വാക്കാണത്. അത് പ്രണവത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ശരിക്കും പ്രണവ സാക്ഷാത്കാരം, പ്രണവസമാധി എന്ന് തിരുമൂലദേവൻ എന്താണോ പറഞ്ഞത് അതിനെ ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ ഈ നാദാനുസന്ധാനത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രണവോപാസന എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ 3ാം അധ്യായം ഞാൻ അതുകൊണ്ട് വായിക്കുകയാണ്. ഇതിനപ്പുറം പ്രണവത്തെക്കുറിച്ച്
ആർക്കും ഒന്നും പറയാനില്ല. ശരിക്കും പ്രണവസാക്ഷാത്കാരം കിട്ടിയ ഒരു മഹായോഗിയുടെ പ്രണവസാക്ഷാത്കാരത്തിൽ നിന്ന് കിട്ടിയ മുക്തി അനുഭവത്തെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുകയാണ് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ ചെയ്യുന്നത്. ഞാനത് അങ്ങനെ തന്നെ ഒട്ടും മാറ്റം കൂടാതെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നാദാനുസന്ധാന നമോസ്തു തുഭ്യം ത്വാം സാധനം തത്വപദസ്യ ജാനേ ഭഗവത് പ്രസാദാത് പവനേന സാഗം വിലീയതേ വിഷ്ണുപദേ മനോമേ. അതിൻ്റെ അർത്ഥവും വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ കൊടുത്തിരിക്കുന്നുണ്ട്. അല്ലയോ നാദാനുസന്ധാനമേ, നിനക്ക് നമസ്കാരം. മുമുക്ഷുക്കളെ ബ്രഹ്മപദത്തിൽ എത്തിക്കുന്നതിനുള്ള ഒരു സാധനയാണ് നീ എന്ന് എനിക്കറിയാം. നിൻ്റെ പ്രസാദം നിമിത്തമാണ് എൻ്റെ മനസ്സ് പ്രാണനോടുകൂടി ചിതാകാശരൂപമായ സഹസ്രാരത്തിൽ ലയിക്കുന്നത് എന്നിങ്ങനെ യോഗതാരാവലിയിൽ ശ്രീ ശങ്കര ഭഗവത്പാദർ നാദാനുസന്ധാനത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. പ്രണവത്തെ നാദരൂപത്തിൽ ഉപാസിച്ച് പ്രാണനെയും ചിത്തത്തെയും ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ വിരാജിക്കുന്ന പരമശിവ സ്വരൂപത്തിൽ വിലയിപ്പിക്കാനുള്ള സാധനാനുഷ്ഠാനത്തിന് നാദാനുസന്ധാനം എന്ന പേരുണ്ട്. മനോജയത്തിനു വേണ്ടി 1.25 ലക്ഷം യോഗസാധന മാർഗങ്ങൾ സദാശിവൻ മുമുക്ഷുക്കൾക്കായി ഉപദേശിച്ചിട്ടുണ്ടെന്ന് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. എന്നാൽ അവയിൽ വച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും നാദാനുസന്ധാന സമാധിയെ മാത്രമാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ യോഗതാരാവലിയിൽ എടുത്തു പറയുന്നുണ്ട്. ഇതും നാദാനുസന്ധാനത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. ആകാരം, ഉകാരം, മകാരം, ബിന്ദു ഇവയുടെ സമാഹാരമാകുന്നു ഓംകാരം. ഇവയിൽ അകാരം സ്ഥൂലമായ ജാഗ്രത അവസ്ഥയെയും ഉകാരം സൂക്ഷ്മമായ സ്വപ്നാവസ്ഥയെയും മകാരം അവ്യക്തമായ സുഷുപ്താവസ്ഥയെയും ബിന്ദു ഈ അവസ്ഥകൾ മൂന്നിനും അധിഷ്ഠാനമായി നിത്യമായി നിലകൊള്ളുന്ന തുര്യാവസ്ഥയെയും ബോധിപ്പിക്കുന്നു. നാദരൂപത്തിലാണ് ബിന്ദു പ്രകാശിക്കുന്നത്. അകാരത്തെ ഉകാരത്തിലും ഉകാരത്തെ മകാരത്തിലും മകാരത്തെ ബിന്ദുരൂപമായ നാദത്തിലും ലയിപ്പിച്ച് ആ നാദത്തെ മാത്രം ഈശ്വര സ്വരൂപമായി നിരന്തരം ധ്യാനിച്ചാൽ സാധകന്മാർക്ക് നിർവികൽപ്പ സമാധിയും തദ്വാര ഈശ്വര സാക്ഷാത്കാരവും ലഭിക്കുന്നതാണ്. പിന്നെ ആദ്യം ഒരു സംസ്കൃത മന്ത്രം ഉദ്ധരിച്ചിട്ട് അതിൻ്റെ അർത്ഥം കൂടെ പറയുന്നുണ്ട്. നമുക്ക് ആ അർത്ഥം മാത്രം നോക്കാം. അവിദ്യയിൽ നിന്നുണ്ടായ അഹങ്കാരം, മമാകാരം മുതലായവയെല്ലാം ഉപേക്ഷിച്ച് നാദാനുസന്ധാന രൂപമായ രാജയോഗത്തിൽ സ്ഥിരചിത്തന്മാരായ യോഗികൾക്ക് കാണുന്നവനെന്നോ കാണപ്പെടുന്ന വിഷയമെന്നോ ഉള്ള ദ്വൈതഭാവം അല്പം പോലും ഉണ്ടാകില്ല. അറിയപ്പെടുന്ന വിഷയങ്ങളിലും അവയെ അറിയുന്ന വിഷയിലും ഒരു മാറ്റവുമില്ലാതെ ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന മുറ്ററിവ് മാത്രമേ ആ യോഗയുടെ സമാധിയിൽ എപ്പോഴും പ്രകാശിക്കുകയുള്ളൂ. നാദം എല്ലാവരുടെയും ഉള്ളിൽ തനിയെ പ്രകാശിക്കുന്നുണ്ട്. ഇന്ദ്രിയ വ്യാപാരം കൊണ്ടും മനഃശാഞ്ചല്യം കൊണ്ടും പ്രാണചലനം കൊണ്ടും ആ നാദം അനുഭവപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. പ്രാണായാമം, ധാരണ മുതലായവ കൊണ്ട് പ്രതിബന്ധം നീങ്ങുമ്പോൾ പ്രണവനാദം എല്ലാവർക്കും അനുഭവപ്പെടും. ആ അനുഭവം സാധകന്മാർക്ക് യോഗാനുഷ്ഠാനത്തിലുള്ള ഉത്സാഹത്തെയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിശ്വാസത്തെയും ഉളവാക്കുന്നതാണ്. ഇതുകൊണ്ട് പ്രണവധ്വനി പ്രാണായാമം കൊണ്ടേ അനുഭവപ്പെടുകയുള്ളൂ എന്ന് സാധകന്മാർ ആരും ധരിക്കേണ്ട. ചിലർക്കത് ജന്മസിദ്ധമായും മറ്റു ചിലർക്ക് മന്ത്രജപം കൊണ്ടും വേറെ ചിലർക്ക് ഉപവാസാദി വ്രതങ്ങൾ കൊണ്ടും അനുഭവപ്പെടാറുണ്ട്. കണ്ടോ? അപ്പോൾ പ്രാണായാമം അതിൻ്റെ ബാഹ്യരൂപത്തിൽ തന്നെ ചെയ്യാത്തവർക്കും എങ്ങനെ ചിലർക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കും, ചിലർക്ക് മന്ത്രജപം കൊണ്ട് സാധിക്കും, പിന്നെ ഉപവാസാദി വ്രതങ്ങൾ കൊണ്ടും ഈ പ്രാണായാമം കിട്ടും. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുമെന്ന് ധരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും എപ്പോഴുണ്ടാകുമോ അപ്പോൾ ഈ പ്രണവധ്വനി നമ്മിൽ സ്വാഭാവികമായിട്ട് ജനിക്കും. പൂരക കുംഭകാദി പ്രക്രിയകൾ വഴിയല്ലാതെയും ജിജ്ഞാസുക്കൾ പ്രാണായാമം അഭ്യസിക്കാറുണ്ട്. അത് ഓംകാരം അർത്ഥചിന്തയോടും ഏകാഗ്രതയോടും ദീർഘമായി ഉച്ചരിക്കുകയാണ്. ഇവിടെ വിദ്യാരണ്യ
സ്വാമികൾ പറയുന്നത് പ്രാണായാമം ശീലിച്ചില്ലെങ്കിലും ഓങ്കാരം അർത്ഥചിന്തയോടും ഏകാഗ്രതയോടും കൂടി ദീർഘമായി ഉച്ചരിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുകയും നാം പ്രണവസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. മനസ്സ് ഹൃദയപത്മത്തിൽ ഉറപ്പിച്ച് 12 ആവർത്തി പ്രണവം നീട്ടി ഉച്ചരിക്കുന്നതാണ് സന്യാസിയുടെ പ്രാണായാമം. കണ്ടോ, സന്യാസിയുടെ പ്രാണായാമം എന്താ? മനസ്സ് ഹൃദയപത്മത്തിൽ ഉറപ്പിച്ച് 12 ആവർത്തി പ്രണവം നീട്ടി ഉച്ചരിച്ചാൽ അത് പ്രാണായാമമാകും. പ്രാണവൃത്തിയെ നീട്ടി ഓം എന്ന മന്ത്രം 6-12 മാത്രകൾ കൊണ്ട് ദീർഘമായി ഉച്ചരിക്കുന്നതാണ് ഈ പ്രാണായാമത്തിൻ്റെ സ്വരൂപം. വളരെ രഹസ്യമായ ചില തത്വങ്ങളൊക്കെയാണ് ഇവിടെ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മനസ്സ് ഹൃദയപത്മത്തിൽ ഉറപ്പിച്ച് 12 ആവർത്തി പ്രണവം നീട്ടി ഉച്ചരിക്കുന്നതാണ് സന്യാസിയുടെ പ്രാണായാമം. പ്രാണവൃത്തിയെ നീട്ടി ഓം എന്ന മന്ത്രം 6-12 മാത്രകൾ കൊണ്ട് ദീർഘമായി ഉച്ചരിക്കുന്നതാണ് ഈ പ്രാണായാമത്തിൻ്റെ സ്വരൂപം. ആയാമം എന്ന പദത്തിന് നിയന്ത്രണം എന്ന് മാത്രമല്ല ദൈർഘ്യം, നീളം എന്നുകൂടി അർത്ഥമുണ്ട്. പ്രണവം ദീർഘമായി ഉച്ചരിക്കുമ്പോൾ ശരീരത്തിലുള്ള പ്രാണശക്തിക്ക് ചലനവും ക്രമവുമായ നിയന്ത്രണവും ഉണ്ടാകും. ശ്രദ്ധാഭക്തി പുരസ്സരം 3 സന്ധികളിലും മുടങ്ങാതെ പ്രണവോച്ചാരണ രൂപത്തിലുള്ള പ്രാണായാമം അഭ്യസിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി സമഷ്ടി ചൈതന്യമായ ഈശ്വരൻ്റെ വ്യഷ്ടി രൂപം ഉണർന്ന് പ്രകാശിച്ച് സുഷുമ്നാമാർഗമായി ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിലെത്തി പരമശിവനോട് ചേരും. അതോടെ സാധകന്മാർക്ക് പക്വത അനുസരിച്ചുള്ള യോഗാനുഭൂതികളും അനുഭവപ്പെട്ടു തുടങ്ങും. ചിലർക്ക് മനോന്മനിയും, വേറെ ചിലർക്ക് ദിവ്യപ്രകാശവും, വേറെ ചിലർക്ക് ദിവ്യനാദവുമായിരിക്കും അനുഭവപ്പെടുക. പക്ഷേ പാപാധിക്യവും അസാത്വിക ഗുണങ്ങളുമുള്ള മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അഭ്യാസം കൊണ്ട് ഉടനെ പറയത്തക്ക ഗുണമൊന്നും ഉണ്ടാകില്ല. സാധകന്മാർക്ക് വേണ്ടി ശൈവ സമ്പ്രദായത്തിലുള്ള പ്രണവോപാസന കൂടി ഇവിടെ പ്രതിപാദിക്കാം. പ്രണവമന്ത്രം ദീർഘമായി ഉച്ചരിച്ച് പരിശീലിക്കുമ്പോൾ സാധകന് പ്രണവധ്വനി അനുഭവപ്പെടും. ഉള്ളിൽ നിന്ന് തനിയെ ഉണ്ടാകുന്ന ആ ധ്വനി ചെവിയിൽ വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് ആ ധ്വനി പുറപ്പെടുന്നതായി സങ്കല്പിച്ച് ആ സ്ഥാനത്ത് മനസ്സുറപ്പിച്ച് സമാധി പരിശീലിക്കണം. അപ്പോൾ മനസ്സും പ്രാണനും നാദത്തോടുകൂടി ബ്രഹ്മരന്ധ്രത്തിൽ ലയിക്കും. പിന്നെ പ്രണവത്തിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കി രാഗദ്വേഷാദി മാലിന്യങ്ങളില്ലാതെ ഏകാന്ത സ്ഥലത്തിരുന്ന് ആ പ്രണവം ദീർഘമായി ഉച്ചരിച്ചാൽ മനസ്സങ്കല്പമില്ലാതായി സമാധി ഉറയ്ക്കുമെന്ന് നാം മനസ്സിലാക്കുക. സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് പ്രണവമെങ്കിലും അതിൻ്റെ സ്ഥൂല രൂപമാണ് ആദ്യം സാധകന് നാദരൂപത്തിൽ ചെവിയിൽ അനുഭവപ്പെടുന്നത്. ആ നാദത്തിൽ ശ്രദ്ധ ചെലുത്തി ധ്യാനിച്ചാൽ ഈശ്വരൻ്റെ സൂക്ഷ്മരൂപം ക്രമേണ അനുഭവപ്പെടുന്നതാണ്. എങ്ങനെയെന്നാൽ ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് നാദരൂപത്തിൽ സ്ഫുരിക്കുന്നത്. സൂര്യനിൽ പ്രഭ പോലെയും ചന്ദ്രനിൽ ചന്ദ്രിക പോലെയും പ്രപഞ്ചോത്പാദകമായ ഒരു ശക്തിവിശേഷം ഈശ്വരനിൽ അടങ്ങിയിരിക്കുന്നു. അത് പ്രളയകാലത്ത് അന്തർമുഖമായും സൃഷ്ടികാലത്ത് ബഹിർമുഖമായും പ്രസരിക്കും. ജീവികളുടെ പൂർവ്വകർമ്മ നിമിത്തം ജഗതാകാരമായി പരിണമിക്കുവാൻ തുടങ്ങുന്ന ഈശ്വര ശക്തിയുടെ പ്രഥമ സ്ഫുരണത്തിന് ബിന്ദു എന്നാണ് ശൈവമതത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളും ചേർന്ന ആ ബിന്ദുവാണ് വ്യഷ്ടി ശരീരത്തിൽ കുണ്ടലിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിന്ദു പ്രപഞ്ചത്തിൻ്റെ അങ്കുരമാണ്. വ്യഷ്ടി ശരീരത്തിൽ ബിന്ദുരൂപമായ കുണ്ടലിനി ശക്തി സൂക്ഷ്മനാഡിയിലൂടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുവാണ് യോഗശാസ്ത്രത്തിൽ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് സ്ഥൂലം, സൂക്ഷ്മം, പരം എന്ന 3ആയി വിഭജിക്കപ്പെടുന്നു. സ്ഥൂലാംശം ജഡമായ പ്രപഞ്ചബീജവും, സൂക്ഷ്മാംശം ജഡവും ചേതനവും ചേർന്ന നാദവും, പരരൂപം ചിദ്രൂപമായ പരമേശ്വരനാമാകുന്നു. ആ നാദം ശബ്ദം എന്ന പേരിലാണ് അറിയപ്പെടുക. അത് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം കൂടിയാണ്. വ്യഷ്ടി ശരീരത്തിലുള്ള മൂലാധാരത്തിൽ വായുവിൻ്റെ പ്രേരണ നിമിത്തം ആ ശബ്ദബ്രഹ്മം അഭിവ്യക്തമാകുന്നു. ജീവൻ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹ നിമിത്തമുള്ള പ്രയത്നം കൊണ്ട് മൂലാധാരത്തിലുള്ള വായു ചലിച്ച് സർവ്വവ്യാപകമായ ശബ്ദബ്രഹ്മത്തെ ആ ആധാരത്തിൽ സ്പന്ദിപ്പിക്കുന്നു. ആ സ്പന്ദനം സ്വകാരണമായ ബിന്ദു
അതായത് കുണ്ടലിനി രൂപത്തിൽ നിഷ്പന്ദമായി തീരുമ്പോൾ പരയായ വാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂലാധാരത്തിൽ നാഭി വരെ പോകുന്ന വായുവിനാൽ അഭിവ്യക്തമായും വിമർശരൂപമായ മനസ്സിനോടും ചേർന്നിരിക്കുമ്പോൾ ഇത് സാമാന്യമായ സ്പന്ദനവും പ്രകാശവും കൈക്കൊണ്ട് പശ്യന്തി എന്ന് പറയപ്പെടുന്ന വാക്കായി തീരുന്നു. ആ ശബ്ദപരമം തന്നെയാണ് ഹൃദയം വരെ വ്യാപിച്ച വായു നിമിത്തം അഭിവ്യക്തമായി നിശ്ചയരൂപമായ ബുദ്ധിയോട് ചേരുമ്പോൾ വിശേഷ സ്പന്ദരൂപമായി മധ്യമ എന്ന് പറയപ്പെടുന്ന വാക്കായി തീരും. ആ ശബ്ദബ്രഹ്മം തന്നെ വായു വരെ എത്തുന്ന വായു നിമിത്തം കണ്ഠം മുതലുള്ള സ്ഥാനങ്ങളിൽ അഭിവ്യക്തമായി അകാരം മുതൽ ക്ഷകാരം വരെയുള്ള വർണ്ണമാലയുടെ രൂപം കൈക്കൊണ്ട് അന്യർക്കു കൂടി കേൾക്കത്തക്ക വിധത്തിൽ വൈഖരി എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്ന വാക്കായി തീരുന്നു. പിന്നെ പര, പശ്യന്തി, മധ്യമ, വൈഖരി ഇങ്ങനെയുള്ള വാഗ്രൂപത്തിൽ ഇത് പ്രകടമാകുന്നു. പരബ്രഹ്മത്തെയും പശ്യന്തി ഈശ്വരനെയും, മധ്യമ ഹിരണ്യഗർഭനെയും, വൈഖരി വിരാട്ടിനെയും വ്യഞ്ജിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. വേദാന്ത ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചുള്ള നിർഗുണവും നിഷ്കളവും സത്താസാമാന്യ മാത്രവുമായ ബ്രഹ്മമല്ല ഈ ശൈവയോഗാനുശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ബ്രഹ്മം. അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നീ 5 കൃത്യങ്ങളോടും ഇച്ഛ, ക്രിയ, ജ്ഞാനം എന്നീ 3 ശക്തികളോടും കൂടിയാണ് എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശക്തികളുടെ സാമ്യാവസ്ഥയിൽ നിർഗുണ ബ്രഹ്മം എന്ന് കൂടി വ്യവഹരിക്കാറുണ്ടെങ്കിലും ആ അവസ്ഥയിലും പ്രസ്തുത ശക്തികൾ 3 ബ്രഹ്മത്തിൽ അന്തർലീനമായി ഇരിപ്പുണ്ട്. പ്രാണികളുടെ കർമ്മം പരിപക്വമാകുമ്പോൾ ബ്രഹ്മത്തിൻ്റെ ഇച്ഛാശക്തി സൃഷ്ടിന്മുഖമായി വിജൃംഭിക്കും. ഇതാണ് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ പ്രണവ ഉപാസനയിലെ നാദാനുസന്ധാനം എന്ന സത്യവാക്കിൽ നമ്മളോട് പറയുന്നു. ഇതിനപ്പുറം പ്രണവത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. ഇത് തന്നെയാണ് പ്രശ്നോപനിഷത്തിലെ പഞ്ചമപ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞ വലിയൊരു ഉപനിഷത്തുണ്ട്. അതിലെ പഞ്ചമപ്രശ്നത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇതാ നോക്കൂ. ശിബിയുടെ പുത്രനായ സത്യകാമൻ പിപ്ലാദനോട് ചോദിച്ചു, ഭഗവാനെ, ശരീരം നഷ്ടമാകുന്നതുവരെ ഓങ്കാരത്തെ നല്ല പോലെ ധ്യാനിക്കുന്ന മനുഷ്യൻ ആ ഓങ്കാരത്തിൻ്റെ സഹായത്താൽ ഏത് ലോകത്തെയാണ് ജയിക്കുന്നതെന്ന് കാര്യം പറഞ്ഞു തരാമോ? അവനോടായി പിപ്ലാദൻ പറഞ്ഞു, സത്യകാമ, ഈ ഓങ്കാരം പരബ്രഹ്മമാണ്. ഇത് തന്നെയാണ് അപരബ്രഹ്മവും. ഇത് അറിയുന്ന മനുഷ്യൻ ഈ സാധന കൊണ്ട് തന്നെ ഒന്നിനെ സ്വീകരിക്കുന്നു. അവൻ ഏകമാത്രയോടുകൂടിയ ഓങ്കാരത്തെ ധ്യാനിക്കുകയാണെങ്കിൽ അതുമൂലം ഭൂമിയിൽ സമ്പന്നനാകുന്നു. ഋഗ്വേദത്തിലെ ഋക്കുകൾ അവനെ മനുഷ്യദേഹം പ്രാപിക്കുവാൻ ശക്തനാക്കുന്നു. അവൻ തപസ്സുകൊണ്ട്, ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും മഹിമയെ അനുഭവിക്കുന്നു. പിന്നെ ദ്വിമാത്രയോടുകൂടിയ ഓങ്കാരം ധ്യാനിക്കുന്ന പക്ഷം ചന്ദ്രലോകം പ്രാപിക്കാനിട വരുന്നു. യജുർവേദത്തിലെ മന്ത്രങ്ങൾ അവനെ അങ്ങോട്ട് നയിക്കുന്നു. അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവൻ വീണ്ടും മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. 3ാമത്തെ മാത്രയോടുകൂടിയ ഓങ്കാരത്തിൽ പരമാത്മാവിനെ നിരന്തരം ധ്യാനിക്കുന്നവൻ തേജോമയമായ സൂര്യലോകത്തെ പ്രാപിക്കുന്നു. പാമ്പുകൾ പടം വിട്ടു പോകുന്നത് പോലെ അവൻ പാപങ്ങളിൽ നിന്ന് വിമുക്തനായി സാമവേദം മുഖേന ബ്രഹ്മലോകത്തിലെത്തുന്നു. അവൻ്റെ സർവ്വ പ്രാണികളിലും ശ്രേഷ്ഠമായ പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം ലഭിക്കുന്നു. താഴെ പറയുന്ന ശ്ലോകത്തിൽ അത് വ്യക്തമാക്കുന്നു. അടുത്തൊരു മന്ത്രം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഓങ്കാരത്തിന് 3 മാത്രകളെയും പരസ്പരം ബന്ധിപ്പിച്ച് പ്രയോഗിച്ചാൽ മനുഷ്യൻ ദൃഢസങ്കല്പനായി പരമാത്മാവിനെ അറിഞ്ഞവനായി ഭവിക്കുന്നു. ഏകമാത്രികമായ ഉപാസന സാധനയെ ഋക്കുകൾ മുഖേന മൃത്യുലോകത്തെ പ്രാപിപ്പിക്കുന്നു. വിമാത്രിക സാധകനെ യജുർമന്ത്രങ്ങൾ മുഖേന ചന്ദ്രലോകത്തിലെത്തിക്കുന്നു. പൂർണ്ണമായ ഓങ്കാരത്തെ ഉപാസിക്കുന്നവൻ സാമമന്ത്രങ്ങൾ മുഖേന ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ആ ബ്രഹ്മത്തെപ്പറ്റി അറിയുന്നത് ജ്ഞാനി മാത്രമാണ്. ബുദ്ധിമാനായ സാധകൻ ഓങ്കാര ധ്യാനത്താൽ തന്നെ പരമാത്മാവിനെ പ്രാപിക്കുന്നു. പരമാത്മാവ് വർണ്ണരഹിതനും ശാന്തനും സർവത്തിലും ശ്രേഷ്ഠനുമാണ്. ഇതാണ് പഞ്ചമപ്രശ്നത്തിൽ പ്രശ്നോപനിഷത്തിൽ വിവരിക്കുന്ന പ്രണവസത്യം.
പ്രണവത്തിൻ്റെ എന്താ പറയുക, സമാധി സുഖം, പ്രണവത്തിൻ്റെ ഫലം എന്താണ് എന്ന് ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഇതാണ് പിപ്പലാദൻ സത്യകാമന് പറഞ്ഞു കൊടുക്കുന്ന പ്രണവ രഹസ്യം. ഇത് പ്രണവ രഹസ്യമാണ്. ഈ പഞ്ചപ്രശ്നം, അതായത് പ്രശ്നോപനിഷത്തിലെ പഞ്ചപ്രശ്നം പരമരഹസ്യമാണ്. അതായത് ഓങ്കാരം പൂർണ്ണമായും 4 പാദങ്ങളോടും കൂടി, അതായത് 4 അനുസന്ധാനത്തോടുകൂടി ആരാണോ നിരന്തരം ഉപാസന നടത്തുന്നത് അവർ ബ്രഹ്മം തന്നെയായി, പരമശിവൻ തന്നെയായി, സദാശിവൻ തന്നെയായി പരിലസിക്കുന്നു എന്നാണ് ഇവിടെ എല്ലാ ഉപനിഷത്ത് കർത്താക്കളും അതേപോലെ തിരുമൂലദേവനും പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ പ്രണവോപാസനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് നാം ഈ ഭാഗത്ത് കാണാവുന്നതാണ്. അപ്പോൾ പ്രണവോപാസന ഒന്നുകൊണ്ട് മാത്രം ശൈവത്തിലെ പരമശിവനെ പ്രാപിക്കാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ ഈ തിരുമന്ത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം ഇന്ന് പറഞ്ഞ പ്രണവോപാസനയാണ്. പ്രണവോപാസനയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രീ വിദ്യാരണ്യ തീർത്ഥപാദ സ്വാമികളുടെ പ്രണവോപാസന എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ മതി. ആ പ്രണവോപാസന ഇപ്പോൾ കിട്ടാനില്ല, പക്ഷേ ഇൻ്റർനെറ്റിൽ ശ്രേയസ് എന്ന സംഘടന അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രം മതി സാക്ഷാൽ പരമശിവ സാക്ഷാത്കാരത്തിന്, മറ്റൊന്നും വേണ്ട. പ്രണവോപാസനയ്ക്കാണ് ഏറ്റവും മഹത്തായ പ്രാധാന്യം തിരുമൂലദേവൻ കൊടുത്തിരിക്കുന്നത്. അതായത് സോഹം കഴിഞ്ഞാൽ, അതായത് സോഹം ജപം ധ്യാനത്തിലൂടെ തന്നെ പ്രണവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സോഹം ധ്യാനം തന്നെയാണ് പിന്നീട് പ്രണവമായി പരിണമിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. പ്രണവത്തിലൂടെ എത്തിച്ചേരുന്നത് സോഹം ധ്യാനത്തിൻ്റെ അജപാധ്യാനത്തിൻ്റെ മഹത്വത്തിലേക്ക് തന്നെയാണ്. അജപാധ്യാനത്തിൻ്റെ അവസാന ഭാഗമാണ് ഓങ്കാരം, പ്രണവം. സോഹത്തിൻ്റെ ഉന്നതമായ അവസ്ഥയാണ് പ്രണവം എന്നുകൂടി മനസ്സിലാക്കുക. ഓം ശിവായ തിരുമൂലദേവായ നമഃ. Thank you.